ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയുടെ കാര്യത്തിൽ പണ്ട് മുതലേ ആരെയാണ് കുറ്റപ്പെടുത്താറുള്ളത്? സ്ത്രീകളെയാണ്. അവൾ മച്ചിയാണ് എന്നുള്ള പ്രയോഗം വരെ നടത്താറുണ്ട്. പുരുഷനാണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായി. എനിക്ക് ചികിത്സിക്കാൻ കിട്ടിയ കേസിൽ 80% പുരുഷന്മാർക്കായിരുന്നു ഈ വന്ധ്യതയ്ക്കുണ്ടായ കാരണങ്ങൾ. അവരുടെ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, അവരുടെ ജോലിയുടെ കാര്യങ്ങൾ കൊണ്ട്, ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന പ്രശ്നം. വളരെ സങ്കീർണമായ ഒരു സംഭവമാണ് അതെന്നറിയാമല്ലോ. അപ്പോൾ ഒരു ബീജമുണ്ടാവാൻ എടുക്കുന്ന 110 ദിവസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. അത്രയും സങ്കീർണമായ ഒത്തിരി പ്രക്രിയകൾ നടന്നിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിലെവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ടോട്ടലി ബ്ലോക്കായി പോകും. അപ്പോൾ പുരുഷന്മാർ തന്നെയാണ് ഇതിൻ്റെ ആദ്യ കേസുകളിലും നമുക്ക് കാരണക്കാരായി കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ആയുർവേദത്തിന് വളരെ വ്യക്തമായ ചികിത്സകളുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പലരോടും പറയാറുള്ളതാണ്. അണ്ടത്തിൻ്റെ പ്രശ്നങ്ങളെക്കാൾ ഏറെ ബീജത്തിൻ്റെ പ്രശ്നങ്ങൾ, ബീജത്തിൻ്റെ തലയുടെ പ്രശ്നം, ബീജത്തിൻ്റെ ഉടലിൻ്റെ പ്രശ്നം, ബീജത്തിൻ്റെ വാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള ആയാലും ശരി, ആയുർവേദത്തിന് അതിന് വളരെ വ്യക്തമായ ചികിത്സയുണ്ട്. പസൂസ്പേമിയ എന്ന് പറഞ്ഞ സ്പേം തന്നെ കാണാനില്ല എന്ന് പറഞ്ഞ അനുഭവത്തിൽ വരേക്ക് നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി ഉണ്ടായി 10-12 വർഷം കഴിഞ്ഞിട്ട് പിന്നൊന്ന് ഭാര്യ ഗർഭിണിയാവുന്നില്ല എന്നുള്ള പ്രശ്നത്തിൽ വന്നവരുണ്ട്. തിരിച്ച് ഉള്ളതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് അവരിലൊരു പഠനം നടത്തിയെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. അവരുടെ ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് 0 ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്പേം കൗണ്ട് അത്രയും കുറഞ്ഞിട്ടുണ്ടാവും. ഈ സ്പേം കൗണ്ട് മാറാനുള്ള ചികിത്സ വളരെ പെട്ടെന്ന് 3 ആഴ്ച കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടിയ എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ആ 3 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ സ്പേമിൻ്റെ കൗണ്ട് അവിടെ നിലനിൽക്കുകയാണ്. പിന്നെ ബാപ്പു ഡോക്ടറെ അടുത്തേക്ക് ചികിത്സക്ക് പോകരുത് എന്ന് ഉപദേശിച്ച ഗുണം കിട്ടിയ ആളുകളുണ്ട്. അതുവരെ പൊക്കോ അവിടെ പോയാൽ കിട്ടിയോ, മേക്കെ കിട്ടിയല്ലോ എന്ന് പറയുന്ന ആളുകൾ ബാപ്പു ഡോക്ടറെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായിട്ട്. കാരണം പിന്നെ അയാളുടെ ഭാര്യയ്ക്ക് 2 വർഷം കൂടുമ്പോൾ പ്രസവിക്കലിനായി പണി. അപ്പോൾ ഇങ്ങനെ വരുന്നപ്പോൾ എന്നെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ അത് എനിക്കുള്ളൊരു പരസ്യമാണെങ്കിൽ പോലും. അപ്പോൾ അതൊക്കെ അർത്ഥം എന്താണ്? പുരുഷന്മാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ. എനിക്ക് കിട്ടിയാലൊരു 20% സ്ത്രീകൾക്ക് നേരത്തെ പറഞ്ഞ നമ്മുടെ PCO കാര്യങ്ങളോ അല്ലെങ്കിൽ ആർത്തവത്തിൻ്റെ ക്രമക്കേടുകളോ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അത് വെറും 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ മരുന്ന് കഴിച്ചാൽ സുഖാവുന്നതാണെന്നുള്ള ഡോക്ടർക്ക് അനുഭവമുള്ളതാണല്ലോ. നിങ്ങൾ സ്പെഷ്യലൈസേഷനുള്ള ആ കാര്യങ്ങളും ചെയ്തതാണല്ലോ. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഊർജം തരുകയാണ്. പുരുഷന്മാരാണ് ഇതിൻ്റെ കാരണക്കാരെന്ന് പറയാം.